എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് വട്ടയപ്പം എങ്ങനെ തയ്യാറാക്കിയെടുക്കാം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 2-3 മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി നമ്മൾ വെക്കണം. അപ്പോൾ പച്ചരിയൊക്കെ നല്ല പോലെ കുതിർന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2.5 മണിക്കൂർ സമയമാണ് ഞാൻ പച്ചരി കുതിരാൻ വേണ്ടിയിട്ടത്. ഒരു നേരിയ ചൂടുവെള്ളത്തിലൊക്കെ നമ്മളിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പച്ചരി റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കൊരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ പച്ചരി കുതിർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പച്ചരി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ പച്ചരിയും അതുപോലെ തന്നെ തേങ്ങയും ചോറും കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് അളവിൽ ചോറ് എടുത്തിട്ടുണ്ട്. അതിലൊരു പകുതി ചോറ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ മൊത്തം 2 കപ്പ് അളവിലാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. പച്ചരി എടുത്ത സെയിം അളവിൽ തന്നെയാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. അതും ഞാനൊരു പകുതി അളവിൽ നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ 2 ബാച്ചായിട്ടാണ് മിക്സിയിൽ ഇത് അരച്ചെടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ചൊന്ന് അരച്ച് കഴിഞ്ഞപ്പോഴാണ് പഞ്ചസാര ചേർക്കാൻ വിട്ടുപോയ കാര്യം ഓർത്തത്. അപ്പോൾ പഞ്ചസാരയും കൂടെ നമ്മൾ ചേർത്ത് അരച്ച് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തിട്ടാണ് നമ്മുടെ ഈ മാവ് അരച്ചെടുത്തത്. അപ്പോൾ ഞാൻ എല്ലാം നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് അരച്ചെടുത്തത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മൊത്തം ഒരു 1.25 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ, ഒരു 1/4 ഗ്ലാസ് അളവിൽ ചൂടുവെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് സമയം വയ്ക്കുക. ചൂടുവെള്ളത്തിന് പകരം പാലെടുത്താലും മതി. എന്നിട്ട് അത് നമ്മുടെ ഈ വെള്ളത്തിലേക്ക്, അതായത് അപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്താലും നല്ലതായിരിക്കും. അപ്പം ഞാനിവിടെ സാധാരണ ചെയ്യുന്ന പോലെ ഡയറക്റ്റായിട്ടാണ് ചെയ്തത്. ഇത് ഒരു 2 മണിക്കൂർ നേരം പൊങ്ങാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ അപ്പത്തിനുള്ള മാവ് നല്ല പോലെ പൊങ്ങി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഏലക്കായും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഈസ്റ്റ് വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ കലക്കിയാണ് ചേർക്കുന്നതെങ്കിൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. തീരെ ലൂസായി പോവരുത് നമ്മുടെ മാവ്. കുറച്ച് കട്ടിയിലിരിക്കണം. ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം ഇതിരിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. പിന്നെ ഒരു നേരിയ തരിയോടുകൂടി അരച്ചെടുക്കുക വട്ടയപ്പത്തിന്. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി അപ്പച്ചെമ്പിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഒരു നെയ്മയമുള്ളൊരു പാത്രത്തിലേക്ക് വേണം നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ബാച്ചായിട്ടാണ് ഞാൻ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് അടുത്ത ട്രിപ്പിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇതിനി അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് സമയം വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അപ്പം റെഡിയായോ എന്ന് അറിയാനായിട്ട് ഒരു 10-20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ അപ്പച്ചെമ്പ് തുറന്നിട്ട് ഒരു ഇറുക്കിളിയോ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. കുത്തി നോക്കി കഴിയുമ്പോൾ അത് വിട്ട് പോരുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കത്തിയിലും ഫോർക്കിലും ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പം റെഡിയായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പവും കൂടിയാണ്. നല്ല സോഫ്റ്റാണ്. നല്ല പോലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ടിഫിനായിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിനായിട്ടൊക്കെ പകരം അല്ലെങ്കിൽ സ്നാക്ക് ബോക്സിലൊക്കെ കൊടുത്ത് വിടുകയാണെങ്കിൽ രാത്രി പച്ചരി ഒന്ന് കുതിരാനായിട്ട് ഇടുക. എന്നിട്ട് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അതൊന്ന് അരച്ച് വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.